ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മുടെ വീടിൻ്റെ തൊടിയും പറമ്പൊക്കെ കേട്ടോ. കുറേ കുഞ്ഞു കുഞ്ഞു ചെടികളും പൂക്കളും അതുപോലെ കുഞ്ഞു കുഞ്ഞു കിളികളും എല്ലാം ആയിട്ട് രസമാട്ടോ ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ പറമ്പിലോട്ട് പോയിട്ട് വന്നാലോ? ഓക്കേ. മേടപ്പൂ പട്ടും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ പുലരികളഴക് മുല്ലപ്പൂഞ്ചേലച്ചേലിൽ നിന്നോരം ഞാനും ചേരുമ്പോൾ ഈ രാവിതളഴക് നാം തളിരണിയേ കനവുകളോ കസവണിയേ മിഴികളിലും മൊഴികളിലും പൊന്നോണം പൊന്നോണം നെഞ്ചാകെ നെഞ്ചാകെ. അപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് വെക്കാം. ഇത് ഫേൺസിൻ്റെ ഒരു ഫാമിലിയിൽ പെട്ട ഒരു ചെടിയാണ്. അപ്പം ഇത് ഫേൺസിൻ്റെ പല വെറൈറ്റീസ് വീട്ടിലുണ്ട്. അപ്പോൾ ഇതിലൊന്നാണത്. ഇതിൻ്റെ കുറേ പ്ലാന്റ്സിൻ്റെ ഒന്നും പേര് എനിക്ക് അവൈലബിൾ അല്ല. അപ്പം എനിക്ക് അറിയാവുന്ന പേരുകളെല്ലാം ഞാൻ സെർച്ച് ചെയ്ത് ഇതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇത് വരുന്നത് നമ്മുടെ ബൊഗെയിൻവില്ലയുടെ കളക്ഷൻസാണ്. വീട്ടിലാകെ 2 കളക്ഷൻസേ ഉള്ളൂ. ഒന്ന് ഈ റാണി പിങ്ക് ടൈപ്പ് പൂ ഉണ്ടാവുന്ന ഒരു ബൊഗെയിൻവില്ലയും പിന്നെ ഒന്നൊരു വൈറ്റ് പ്രിൻറ്റഡും ആണ്. വൈറ്റ് പ്രിൻറ്റഡിൻ്റെ ഫ്ലവറിൻ്റെ കളർ വൈറ്റ് തന്നെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇതുവരെ അത് പൂ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ 2 കളക്ഷൻസാണ് കേട്ടോ ബൊഗെയിൻവില്ലാസ്. ശ്വാസം തേടി വാതിൽ പടിയേറി കന്നീളം കാറ്റ്. നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ള ചേമ്പ് ചെടിയുടെ മോഡലാട്ടോ ഈ ചെടി. ഇതിൽ വൈറ്റും ഗ്രീനും പ്രിൻറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട് ഈ ചെടി കാണാനായിട്ട്. പക്ഷെ അധികം വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാടും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് തണലുള്ള സ്ഥലത്ത് ഇത് പ്ലാന്റ് ചെയ്യാം. ഇതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ചെടിയാണ്. ഇതിൻ്റെ ലീവ്സ് നല്ല കേളി ആയിട്ടിരിക്കുന്ന ഒരു ഷേപ്പാണ്. പിന്നെ അതൊരു പേസ്റ്റൽ ഷെയ്ഡ് ലീഫാണ് കേട്ടോ. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ്. അപ്പം നിങ്ങൾ കുറേ ചെടികൾ ഇപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ എല്ലാം പിന്നിൽ പപ്പയാണ് കേട്ടോ. പപ്പയ്ക്കാണ് കൂടുതൽ ചെടികൾ ഇഷ്ടം. അപ്പോൾ ഇതുപോലെ ഒഴിവുള്ള സമയത്ത് ഞങ്ങൾ ചെടികളെല്ലാം ഒന്ന് വൃത്തിയാക്കാറുണ്ട്. അതുപോലെ ഈ ചീഞ്ഞു പോയതും ഉണങ്ങിപ്പോയതും പിന്നെ അതുപോലെ വലിയ വേരുകൾ ഇറങ്ങിയ ചെടികളും എല്ലാം ഞങ്ങൾ പറിച്ച് നടാറുണ്ട്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ പപ്പ കുറേ ചെടികളൊക്കെ പറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, സീ പ്ലാന്റ് ആണിത്. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാം. അധികം വെയിൽ ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. അപ്പോൾ ഞങ്ങളിതൊരു വലിയ ചട്ടിയിലേക്ക് പറിച്ച് നടാനുള്ള ശ്രമമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്ന എൻ്റെ സ്പെഷ്യൽ വണ്ണാണ്. വേറെ ആരുമല്ല, എൻ്റെ അമ്മാമ്മയാണ്. അമ്മമ്മയുടെ പേര് മേരിക്കുട്ടി എന്നാണ് കേട്ടോ. അപ്പോൾ മേരിക്കുട്ടി ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതേ മുടിയൊക്കെ അഴിച്ചിട്ട് നല്ല സുന്ദരമായിട്ട് ചെടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്ന ആൾക്ക് കുറച്ച് നാളാണ്. അപ്പോൾ ഒരു കാര്യം കൂടി വിട്ടുപോയി. അമ്മമ്മയുടെ പുതിയൊരു പേജ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മേരിക്കുട്ടി 18 എന്നാണ് പേജിൻ്റെ ID. അപ്പം ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ.
വീട്ടിൻ്റെ പുറത്ത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സൊക്കെ. അപ്പം ഇതിൻ്റെ കുറേത്തിൻ്റെ പേരുകളൊന്നും എനിക്കങ്ങനെ കറക്റ്റ് അറിയില്ല. എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഇൻഡോറായിട്ടും കുറച്ച് പ്ലാന്റ്സൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് മണി പ്ലാന്റ്സും പിന്നെ അതുപോലെ വേറെ ലീഫി പ്ലാന്റ്സ് എല്ലാം നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിലെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ഫേൺസിൻ്റെ ഫാമിലിയിൽ പെട്ട ഒരു ചെടിയാണ്. നമ്മൾ ആദ്യം ഒരു ഫേൺസ് കണ്ടിരുന്നു. ഇത് സെക്കൻഡ് ഫേണാണ്. പിന്നെ ഇനി ഒരു പ്ലാന്റും കൂടി ഉണ്ട്. ഇതും ഫേൺസിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇതിനൊക്കെ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യാറുള്ളത് നമ്മൾ സവോള തൊണ്ട്, അതുപോലെ നമ്മുടെ വീട്ടിൽ യൂഷ്വലി യൂസ് ചെയ്യുന്ന തേയിലയുടെ വേസ്റ്റ്, അതുപോലെ ഉള്ളിത്തൊണ്ട്, അങ്ങനെയുള്ള കുറച്ച് വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ വരുന്ന അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. നമ്മൾ വേറെ എക്സ്ട്രാ വളങ്ങളോ അങ്ങനെ വേറെ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ പ്ലാന്റ്സ്. അപ്പോൾ ഇനി നമുക്ക് ട്രീസിലോട്ട് പോയാലോ. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന ഒരു ട്രീ ആണ് മൽബറി ട്രീ. മൽബറി ട്രീയിൽ ഒരാൾ ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം ഇവരാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള കൂട് കെട്ടിയ കക്ഷികൾ. അപ്പോൾ ഇവരിടയ്ക്ക് വരും, കൂട് കെട്ടും, കുഞ്ഞുങ്ങളാകുമ്പോൾ വീണ്ടും പോവും, വീണ്ടും വരും. അങ്ങനെ ഒരു പതിവായിട്ട് വർക്കാം. ഇനി കാണുന്നതാണ് മൽബറിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ റംബൂട്ടാൻ്റെ ട്രീ ആണ്. റംബൂട്ടാനും ആവുന്നുള്ളൂ, സീസൺ ആവുന്നുള്ളൂ. അപ്പം ചെറിയ ചെറിയ റംബൂട്ടാൻസ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ചാമ്പമരം ഉണ്ട്. ചാമ്പയ്ക്കും ഇതുപോലെ പൂത്ത് തുടങ്ങുന്നുള്ളൂ. പിന്നെ ഉള്ളത് സപ്പോട്ടയാണ്. സപ്പോട്ട ഞങ്ങൾ നേരത്തെ പറിച്ചു വെക്കും. കാരണം വാവലിൻ്റെയും പിന്നെ അതുപോലെ അങ്ങനെ പല പല പക്ഷികൾ വന്ന് അത് കൊത്തുന്ന കാരണം കൂടെ ഞങ്ങളത് നേരത്തെ പറിച്ച് പഴുപ്പിക്കാൻ വേണ്ടി വെക്കും. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. അത് നമ്മുടെ നെയിമാണ്, ആര്യവേപ്പിൻ്റെ ഇലയാണ്. ഇത് ഞാൻ ഇടയ്ക്ക് ആക്നിക്കും അതുപോലെ പിമ്പിൾസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതൊരു ഡ്രാഗൺ ഫ്രൂട്ടാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിൽ ഡ്രാഗൺ ഫ്രൂട്ട് എന്താ ഉണ്ടാവാത്തതെന്ന് ഞാനിങ്ങനെ നോക്കിയിരിക്കാം കേട്ടോ. അപ്പം അതൊരു സ്പെഷ്യൽ പ്ലാന്റ് ആണ്. ഇനി നിങ്ങൾ കാണുന്നത് അമ്പഴങ്ങയുടെ ട്രീ ആണ് കേട്ടോ. നമ്മുടെ ആര്യവേപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പഴങ്ങയുടെ ട്രീ ഉള്ളത്. അപ്പം രണ്ടിൻ്റെയും ലീവ്സും ആ ഒരു വലിപ്പമൊക്കെ സെയിം ആയ കാരണം നമുക്ക് ആര്യവേപ്പിൻ്റെ ഉള്ളിൽ അമ്പഴങ്ങ ഉണ്ടായി നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. എന്തായാലും കൊള്ളാം. ഇത് നല്ല രസമുള്ള അമ്പഴങ്ങയാണ്. നമ്മളിത് കുറച്ചും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഉപ്പിലിട്ട് അതുപോലെ തന്നെ അച്ചാറൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ 2 ട്രീസ്. ഇനി വരുന്നത് സ്പെഷ്യലാണ്, ഒരു മാംഗോ ട്രീ ആണ്. ആക്ച്വലി ഇത് എന്ത് പേരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് മൽഗോവയാണോ, ഇതിൻ്റെ ഷേപ്പിന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ മൽഗോവയാണോ അൽഫോൺസോ മാങ്ങോ ആണെന്ന് അറിയില്ല. ബഡ് ചെയ്തൊരു മാംഗോ ട്രീ ആട്ടോ. അപ്പം ചെറുതായിരിക്കുമ്പോൾ നല്ല മാങ്ങ ഉണ്ടായി. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഫ്രൂട്ടാട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് ലെമൺ ട്രീ അല്ലേ എന്ന്. ലെമൺ ട്രീ അല്ല കേട്ടോ, ഇത് മിനി ഓറഞ്ചാണ് കേട്ടോ. മിനി ഓറഞ്ച് എന്ന് ഞാൻ വിളിച്ചതാണ്. ഇതിൻ്റെ സൈസ് ഇങ്ങനെ തന്നെയായിരിക്കും, ഇത് വലുതാവില്ല. ഇതിൻ്റെ കളറ് കുറച്ചും കൂടി നല്ല ഒരു യെല്ലോയിഷ് കളറാവും. അപ്പം ഞാൻ ഇതിനോരെണ്ണം ഒന്ന് പൊട്ടിച്ചെടുക്കാൻ നോക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു സമ്മർ സീസണിലൊക്കെ എന്താ പറയുക, ഒരു ലൈമൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയൊരു നല്ലൊരു ഓറഞ്ചാണ് കേട്ടോ. അങ്ങനെ ഗൈസ്, ഓറഞ്ചൊക്കെ ഞാനൊന്ന് പൊളിച്ച് നോക്കി. നല്ല സ്മെല്ലുണ്ട്, നല്ലൊരു ഓറഞ്ച് ഫ്ലേവർ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഓറഞ്ച് 2-3 കൂടി പറിച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർത്ത് കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഞാനൊരു ഫ്രഷ് ലൈം അടിച്ച് കുടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ഫ്രഷ് ലൈം അടിച്ച് കുടിച്ചു ഗൈസ്. കൂളായിട്ടിരിക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ചാമ്പയ്ക്കയുടെ മരമാണ്. ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ചുമന്ന ചാമ്പയ്ക്കല്ല. ഇത് കുറച്ച് ഗ്രീനും പിന്നെ കുറച്ച് റെഡും കളറും മിക്സ് ആയ ഒരു ചാമ്പയ്ക്കാണ്. അത് അവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഒരു ചാമ്പയ്ക്ക ഉണ്ടായി വരുന്നുണ്ട്. അപ്പം കുറച്ച് നാളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിറച്ച് ചാമ്പയ്ക്ക ഉണ്ടാകുമ്പോൾ ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി വരുന്നത് 2 മാംഗോ ട്രീസ് ആണ് കേട്ടോ. ഇത് എന്ത് മാങ്ങയാന്ന് ആക്ച്വലി എനിക്ക് ഐഡിയ ഇല്ല. ബട്ട് എനിവേ 2 മാവുണ്ട്. പിന്നെ ഉള്ളത് ഞങ്ങളുടെ ആണ്ടച്ചക്ക കേട്ടോ. ആണ്ടങ്ങ നമ്മൾ സീതപ്പഴത്തിൻ്റെ ഒക്കെ ഒരു മോഡലിലിരിക്കുന്ന ഒരു ഫ്രൂട്ടില്ലേ, അതിൻ്റെ ട്രീ ആണ് കേട്ടോ. അതിൻ്റെയും സീസൺ അല്ല. അപ്പോൾ ഇത് പിന്നെ സപ്പോർട്ടയാണ്. ഇത് പിന്നെ ടെറസിൽ നിന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ഇത് ഞങ്ങളുടെ ലൂബിക്കയുടെ മരം കേട്ടോ. ലൂബിക്കൊന്നും ടൈം ആയിട്ടില്ല, ഈ ഒരു സീസണിൽ ഉണ്ടാകുന്നതല്ല. അപ്പം ലൂബിക്കയുടെ ഒരു ട്രീയും കൂടി ഉണ്ട്.
പിന്നെ വരുന്നത് പേരയുടെ ഒരു മരമുണ്ട് ഞങ്ങൾക്ക്. ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പേരയുടെ മരമുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, കോവയ്ക്ക, അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പടർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇരുമ്പുപുളിയുടെ ട്രീ. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ട്രീസ്. അപ്പോൾ ഇനിയാണ് ഞങ്ങളുടെ മെഡിസിനൽ പ്ലാന്റ്സ്. ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചിരുന്നു നമ്മുടെ ആര്യവേപ്പിൻ്റെ ട്രീ. അപ്പം അതുകൂടാതെ അലോവേര ജെല്ലാണുള്ളത്. അലോവേരയുടെ ഈ ഒരു പ്ലാന്റ് നമുക്ക് എന്താ പറയുക, പിമ്പിൾസിനും ആക്നെയ്ക്കും അതുപോലെ ഹെയർ ഫാളിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് പനിക്കൂർക്ക. പനിക്കൂർക്ക നമുക്കറിയാം കുട്ടികൾക്കും വലിയവർക്കും ഒരു വ്യത്യാസമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള മെഡിസിനൽ പ്ലാന്റ്സ്. അപ്പോൾ ഗായ്സ്, എൻ്റെ വീട്ടിലെ ഈ ഒരു ഡെയിലി വ്ളോഗ്, ഈ ഒരു ഗാർഡനിങ് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മനസ്സിനും സന്തോഷത്തിനും സമാധാനം കിട്ടാതെ നമുക്ക് എവിടെ പോയാലും എന്താ കാര്യം. അപ്പം നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നമ്മുടെ വീടും നമ്മുടെ പരിസരമാണ്. അപ്പോൾ ഇത് അത്രയും ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കിയാൽ നമ്മുടെ ലൈഫും അടിപൊളി കളർഫുള്ളായിരിക്കും. സോ ഗായ്സ്, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. ഞാനൊരു പൂവിൻ മുത്തല്ലേ എന്നെ പറിക്ക